ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളക്കടല കുറുമയുടെ റെസിപ്പി കാണാം. അപ്പം, ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി ഇതിനൊക്കെ നല്ല കോംബോ ആയിട്ട് കഴിക്കാവുന്ന നല്ലൊരു കുറുമക്കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. വെള്ളക്കടല കുറുമ ഉണ്ടാക്കുന്നതിനായി 1 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് കുതിർത്തിയെടുത്തിട്ടുള്ളതാണിത്. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തോളൂ കേട്ടോ. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിനായി ഈ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കടല മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 2 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കടല പകുതി വേവായിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും 1 ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒരു 2 വിസിലടിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കടല വേവായി വരുന്ന ഈ സമയം കൊണ്ട് നമുക്കിനി കുറുമയ്ക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 10 എണ്ണത്തോളം കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് ചേർക്കുന്നത് കുറുമയ്ക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാനും നല്ല ടേസ്റ്റ് ഉണ്ടാവാനും നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചത് 2 വിസിൽ വന്ന് പ്രഷർ ഫുൾ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. കണ്ടില്ലേ, കടലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമയുണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ ഇത്രയും ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം നമ്മളുണ്ടാക്കിയ അരപ്പിലുള്ളത് കൊണ്ട് ഇപ്പോൾ വീണ്ടും ചേർക്കേണ്ടതില്ല കേട്ടോ. ഇനി ഒരു സവോള അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവോള കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ കുറുമ ഉണ്ടാക്കുമ്പോഴേ സവോള ഗോൾഡൻ ബ്രൗൺ കളറായി വഴറ്റിയെടുക്കേണ്ടതില്ല കേട്ടോ. ഇത്രയും ഒന്ന് വഴറ്റി വന്നാൽ മതിയാവും. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി തക്കാളി കുറച്ചൊന്ന് കുക്കായി ഉടഞ്ഞു വരുന്നത് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം വേവിച്ച ശേഷം ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, തക്കാളി കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി വേവിച്ച് വെച്ച കടലയും കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മസാലയുമായി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓൾറെഡി കഷ്ണങ്ങളൊക്കെ വേവായിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിനി റെഡിയാക്കി വെച്ച അരപ്പ് ചേർക്കാവുന്നതാണ്. അരപ്പ് ചേർത്ത ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഈ അരപ്പ് ഒന്ന് കുക്കായി കിട്ടുന്നതിനായിട്ട് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം തിളപ്പിക്കേണ്ടതില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയും ഈ സമയത്ത് തന്നെ ചേർത്തോളൂ. ഇനി ഒരു നുള്ളു ഗരം മസാലയും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായി കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വയ്ക്കാം. കുറച്ച് സമയം ഇതുപോലെ മൂടി വെച്ചിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ക്രീമി ടെക്സ്ചറുള്ള വെള്ളക്കടല കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം, ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി എന്നിങ്ങനെ ഒട്ടുമിക്ക ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്കൊപ്പം കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കുറുമക്കറിയാണ്. എപ്പോഴും കടല വെച്ച് മസാലക്കറി മാത്രം ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.